നിൽക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സോ ഇവിടെ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. പി, ക്യു, ആർ ആൻഡ് എസ്. 4 പാർട്ട്നേഴ്സ് ഉണ്ട്. അത് തന്നെ ഒരു പുതുമയാണ്. സാധാരണഗതിയിൽ പ്രോബ്ലത്തിൽ 3 പാർട്ട്നേഴ്സൊക്കെ വരാറുള്ളൂ. പക്ഷേ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് ഈ 4 പാർട്ട്നേഴ്സിൻ്റെ കേസ്. അപ്പോൾ തന്നെ 4 പാർട്ട്ണർ എന്ന് പറയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആകും. കാര്യം അഡീഷണലി ഒരു പാർട്ട്ണർ കൂടെ വരുവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 99% കേസിലും നമുക്ക് 3 പാർട്ട്ണർമാരൊക്കെ വരാറുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, മാക്സിമം 20 വരെയൊക്കെ പോകാം. എങ്കിലും നമ്മുടെ സിലബസ് അനുസരിച്ച് 4 പാർട്ട്നേഴ്സ് റെയറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പേരുണ്ട്. പി, ക്യു, ആർ, എസ്. ഇതാണ് അവരുടെ പേര്. ഓൺ ബിസിനസ് ആസ് പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ. ആ റേഷ്യോ ഒന്ന് നോക്കിക്കോ. 2:3:2. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:3:3:2. ഓക്കെ, സോ അവർ 1 January 2004 ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ. ബിസിനസ് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു. 1 January 2004 അവർ ബിസിനസ് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് അവരെന്നായിരിക്കും വരച്ചത്? തൊട്ട് മുൻപത്തെ ദിവസം, അതായത് 1 January 2004 അടച്ചുപൂട്ടാം എന്ന് തീരുമാനിച്ചവരെ സംബന്ധിച്ച് 31 December 2003 ഒരു ബാലൻസ് ഷീറ്റ് കാണും. ആ ബാലൻസ് ഷീറ്റാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ബാലൻസ് ഷീറ്റ് ഒന്ന് പരിശോധിക്കാം. എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് നോക്കണമല്ലോ. ആദ്യം ലയബിലിറ്റി സൈഡ് നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് ആദ്യം തന്നിരിക്കുന്നത് ക്യാപിറ്റൽസ് ആണ്. പി, ക്യു, ആർ, എസ്. 4 പേരുടെയും ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ തന്നെയാണ്. അതായത് 4 പേരുടെയും ക്യാപിറ്റൽ ബാലൻസ് ബിസിനസ്സിനകത്തുണ്ടെന്നാണ് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡിൽ തന്നിരുന്നതിൻ്റെ അർത്ഥം എന്താ? 4 പേർക്കും ബിസിനസ്സിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ട്. 4 പേരും ബിസിനസ്സിൽ സേഫ് പൊസിഷനാണ്. ക്ലിയർ? പക്ഷേ ഈ പറയുന്ന ക്യാപിറ്റൽ ചിലപ്പോഴൊക്കെ അറിയാലോ, ചിലപ്പോഴൊക്കെ അസറ്റ് സൈഡിലും വരാറുണ്ട്. അതിനർത്ഥം എന്താ? അവർ സേഫ് പൊസിഷനിലല്ല, ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ തന്നെയാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ 4 പേരുടേതും ലയബിലിറ്റി സൈഡിൽ തന്നെയാണ്. അതിൻ്റെ മീനിങ് 4 പേർക്കും ബിസിനസ്സിൽ സഫീഷ്യൻ്റ് ആയിട്ട് ബാലൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിളും ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റിയാണ്. ക്യൂസ് ലോൺ. ക്യൂ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറാണ്. പാർട്ട്ണറുടെ ലോൺ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ലയബിലിറ്റി അല്ല. പാർട്ട്ണറുടെ ലോൺ ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓക്കെ, ഫിക്സഡ് അസറ്റ് അറിയാം, ഫർണിച്ചർ അറിയാം, ക്യാഷ് അറിയാം. ദെൻ ലോസ്. തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ ലോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ അസറ്റ് സൈഡിലേ വരത്തുള്ളൂ. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ലയബിലിറ്റിയും ലോസ് ആണെങ്കിൽ അസറ്റുമാണ്. ഓക്കെ, അത്രയും ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പം ബാലൻസ് ഷീറ്റ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല പരിചയമുള്ള ബാലൻസ് ഷീറ്റാണ് അല്ലേ? ക്യാപിറ്റൽ ബാലൻസുകളുണ്ട്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പാർട്ട്ണറുടെ ലോൺ. ക്യൂ എന്ന പാർട്ട്ണറുടെ ലോൺ ഉണ്ട്. അസറ്റിലേക്ക് വന്നാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരില്ല. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കുഴയുന്നത്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ്റെ കോംപ്ലിക്കേഷൻ വരാൻ പോകുന്നത്. ഇതുവരെ ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിളായിരുന്നു. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ശരിക്കും തകിടം മറിയാൻ പോകുന്നത്. നോക്കാം. ഫർദർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പാർട്ട്നേഴ്സ് ആർ സ്റ്റേറ്റഡ് ബിലോ. പാർട്ട്നേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നിരിക്കുവാണ്. നമ്മുടെ പി, ക്യു, ആർ, എസ് ഈ 4 പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തന്നിരിക്കുവാണ്. എന്താണ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് എസ്റ്റേറ്റും പ്രൈവറ്റ് ലയബിലിറ്റിയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പേഴ്സണലി അവർക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്നാണ്. പേഴ്സണൽ പ്രോപ്പർട്ടി എത്ര ഉണ്ട്, അവർക്ക് പേഴ്സണലി എത്ര ബാധ്യത ഉണ്ട് സ്വകാര്യമായിട്ട്. അതായത് പി എന്ന വ്യക്തിക്കും ക്യു, ആർ, എസ് ഈ പറയുന്ന 4 പേർക്കും പേഴ്സണലി എന്ത് സ്വത്തുണ്ട്, അവർക്ക് പേഴ്സണലി എന്തുമാത്രം ബാധ്യതയുണ്ട്, ഇതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, പിയുടെ കേസ് നോക്കിയേ. പിയെ സംബന്ധിച്ച് 12,000 രൂപയാണ് പേഴ്സണലായിട്ടുള്ളത്. 12,000 രൂപയാണ് അയാൾക്ക് വീടും കുടുംബവും എല്ലാം വിറ്റാ കിട്ടുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് എന്ന്. അപ്പോൾ 12,000 രൂപ പിക്ക് പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ 18,000 രൂപ പുള്ളിക്കാരൻ കൊടുക്കാനുണ്ട്. എക്സസ് ഓഫ് ലയബിലിറ്റി ഓവർ അസറ്റ് അല്ലേ? ഇവിടെ ലയബിലിറ്റിയാണ് കൂടുതൽ, അയാളുടെ ബാധ്യതയാണ് കൂടുതൽ, അസറ്റിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷനിൽ ക്യൂവിന് 22,000 രൂപ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്. 8,000 രൂപ മാത്രമേ ബാധ്യത കൊടുക്കാനുള്ളൂ. ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് പറയുന്നത്. പി, ക്യു, ആർ, എസ് ഇവരുടെ ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവരുടെ സ്വകാര്യമായ സ്വത്തിൻ്റെ കാര്യങ്ങളായി പറയുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പിക്ക് നോക്കൂ, പിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി 12,000 രൂപയുടെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി 12,000 ഉണ്ടെങ്കിലും അയാൾക്ക് 18,000 രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാനും ഉണ്ട്. ക്യൂവിന് 22,000 രൂപയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്. 8,000 രൂപയുടെ ബാധ്യതയെ കൊടുക്കാനുള്ളൂ.
ആറിന് 6000 രൂപയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്, 5000 രൂപയാണ് അയാളുടെ ബാധ്യത. എസിന് 10000 രൂപ മാത്രമാണ് പേഴ്സണൽ പ്രോപ്പർട്ടി, 12000 രൂപയാണ് ഇയാൾക്ക് ബാധ്യത കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 4 പാർട്ട്നേഴ്സിൻ്റെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്, അവർക്ക് പേഴ്സണലി ഉള്ള ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമുക്ക് പറയാം പി ഇൻസോൾവൻ്റ് ആണ്. കാര്യം പിക്ക് 12000 രൂപയുടെ അസറ്റേ ഉള്ളൂ, 11000 രൂപയുടെ ബാധ്യതയുണ്ട്. ക്യൂ സോൾവൻ്റ് ആണ്. ആർ സോൾവൻ്റ് ആണ്. കാര്യം 6000 രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിലും 5000 രൂപയുടെ ബാധ്യതയുള്ളൂ. എസ് ഇൻസോൾവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന എന്താ, പി ഇൻസോൾവൻ്റ് ആണ്, ക്യൂ സോൾവൻ്റ് ആണ്, ആർ സോൾവൻ്റ് ആണ്, എസ് ഇൻസോൾവൻ്റ് ആണ്. പക്ഷേ ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ട്രിക്ക് കിടക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല. നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഓരോ പാർട്ട്നേഴ്സും ഇൻസോൾവൻ്റ് ആണോ സോൾവൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇല്ലോജിക്കലാണ്, തെറ്റാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് പോലും തെറ്റാണ്. പി ഇൻസോൾവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല പി ഇൻസോൾവൻ്റ് ആണല്ലോ അല്ലേ, 12000 അല്ലേ ഉള്ളൂ പ്രോപ്പർട്ടി, 18000 ബാധ്യതയില്ലേ. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഈ തന്നിരിക്കുന്നത് ഇവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും പേഴ്സണൽ ലയബിലിറ്റി അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ അത് വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് ബിസിനസ്സിൽ സഫീഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടെങ്കിലോ, പി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഇവരുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ഇൻസോൾവൻസി നമ്മളെ ബാധിക്കുമോ? ചിന്തിക്ക്. പി പേഴ്സണലി ഇൻസോൾവൻ്റ് ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് പിക്ക് സഫീഷ്യൻ്റ് ബാലൻസ് ആ ബിസിനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ പി ഇൻസോൾവൻ്റ് ആയാലും അല്ലെങ്കിലും ബിസിനസ്സിനെന്താ, ഒരു കുഴപ്പമില്ല. മനസ്സിലായോടോ? ഒരു പാർട്ട്ണർ അപ്പോൾ ഇൻസോൾവൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂളിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആണെന്ന് നമുക്ക് തറപ്പിച്ച് പറയണമെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. അതൊന്നാമത്തെ കണ്ടീഷൻ. അതായത് ആ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരണം എന്ന സിറ്റുവേഷനിൽ നിൽക്കണം. അതാണ് പറയുന്നത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസ് എന്ന്. പുള്ളിക്കാരൻ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരാനുണ്ട് എന്ന അവസ്ഥയിൽ എത്തണം. എന്നാൽ പേഴ്സണലി ഒന്നും കൊണ്ടുവരാൻ പറ്റാതെയും വരണം. എങ്കിൽ മാത്രമേ അയാളുടെ ഇൻസോൾവൻസി ബിസിനസ്സിനെ ബാധിക്കത്തുള്ളൂ. അതല്ല, നോക്കൂ ഇവരൊക്കെ പ്രൈവറ്റായിട്ട് മിസ്റ്റർ പി പേഴ്സണലി ഇൻസോൾവൻ്റ് ആണ്. പക്ഷേ എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റും? അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാതെ വല്ലതും പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ഓരോ വ്യക്തികളും ഈ തന്നിരിക്കുന്ന ഒരു പീസ് ഇൻഫർമേഷൻ്റെ ബേസിൽ ഇൻസോൾവൻ്റ് ആണെന്നോ അല്ലെന്നോ വിലയിരുത്തരുത്. അവിടെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ തെറ്റ്. നിങ്ങൾ ഉടനെ ബുക്കിലങ്ങ് എഴുതി വെക്കും പി ഈസ് ഇൻസോൾവൻ്റ്. വെയിറ്റ്, പി പേഴ്സണലി ഇൻസോൾവൻ്റ് ആണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും? കാര്യം പിക്ക് സഫീഷ്യൻ്റ് എമൗണ്ട് ബിസിനസ്സിനകത്ത് ഉണ്ടെങ്കിലോ. ഇനി നെക്സ്റ്റ് കേസ് വെറുതെ പറയുവാണേ, ക്യൂ സോൾവൻ്റ് ആണ്, ഹായ് ഹാപ്പി. നിങ്ങളിപ്പോൾ പറയും ക്യൂവിന് ഒരു കുഴപ്പമില്ല, ക്യൂവിന് ഒരു പ്രശ്നമില്ല, സോൾവൻ്റ് ആണെന്ന് പറയും. ഒന്ന് വെയിറ്റ് ചെയ്തേ, എത്ര രൂപയുടെ സോൾവൻസി ഉണ്ട്? ക്യൂ ഇപ്പോൾ സോൾവൻ്റ് ആണെന്ന് നിങ്ങൾ പറയുമല്ലോ. 22000 രൂപയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്, 8000 രൂപ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ 14000 രൂപ സഫീഷ്യൻ്റ് ആണ്. 14000 രൂപ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടല്ലോ എന്നല്ലേ പറയുന്നത്. പക്ഷേ ബിസിനസ്സിലേക്ക് സപ്പോസ് അയാൾ ഒരു 16000 രൂപ കൊണ്ടുവരാനുണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യൂ എന്ന് പറയുന്ന ആൾ സോൾവൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാലുള്ള പ്രശ്നം പറയുവാണ്. 14000 രൂപ അയാളുടെ കയ്യിലില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. സമ്മതിക്കുന്നു. പക്ഷേ ക്യൂ എന്ന പാർട്ട്ണർ ബിസിനസ്സിലേക്ക് 16000 രൂപ കൊണ്ടുവരാനുണ്ടെന്നാണ് ഇൻഫർമേഷൻ വരുന്നതെങ്കിലോ അയാളും ഇൻസോൾവൻ്റ് ആയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്യും. ഇത് വെച്ചിട്ടല്ല പാർട്ട്ണറുടെ ഇൻസോൾവൻസി തീരുമാനിക്കേണ്ടത്. അതിന് നമ്മൾ മുന്നോട്ട് കുറേ പോകണം. ഇവിടെയൊക്കെയാണ് ഈ പ്രോബ്ലം നിങ്ങളിട്ട് ഒന്ന് കറക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ കണക്ക് തെറ്റും. സോ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. തൽക്കാലം നിങ്ങളുടെ തലയിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി. കൂടുതൽ ജഡ്ജ്മെൻ്റ് ഒന്നും നടത്തണ്ട. പിക്ക് 12000 രൂപയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്, 18000 രൂപയുടെ ലയബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതൽ വിധി എഴുത്ത് നടത്തണ്ട. പി ഈസ് ഇൻസോൾവൻ്റ് എന്ന് എഴുതി വെക്കാൻ വരട്ടെ. QRS ഇവരുടെ എല്ലാം പേഴ്സണലായിട്ടുള്ള പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്, അത് നിൽക്കട്ടെ, അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ഇവർ ഇൻസോൾവൻ്റ് ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. ഇവിടെയാണ് ഒന്നാമത്തെ പോയിന്റ് കിടക്കുന്നത്. ഓക്കെ ആണേ, വെയിറ്റ് ചെയ്യണേ, ഒന്നും പറഞ്ഞോളല്ലേ, ഇപ്പം മുൻവിധികളൊന്നും വേണ്ട. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്,
അസറ്റ് എല്ലാം കൂടെ 26,000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തു. ഒറ്റ റിയലൈസേഷനാണ്. അസറ്റ് എല്ലാം കൂടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ 26,000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തു. ഓക്കെ, റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 1000 രൂപ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സത്യത്തിൽ ക്വസ്റ്റ്യൻ ആകെ 2 വരിയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എന്താണ് ഇത്ര കോംപ്ലിക്കേഷൻ? ആ കോംപ്ലിക്കേഷനാണ് ഇത്. നിങ്ങളുടെ ആവശ്യമില്ലാത്ത ജഡ്ജ്മെൻറ്റുകളാണ് നിങ്ങളിത് തെറ്റിക്കുന്നത്. ആകെപ്പാടെ തന്നിരിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും 2 ലൈനും മാത്രം. ഇത്രയും ചെറിയ ചോദ്യം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്നിട്ടും ഞാൻ ആദ്യം തന്ന വിശേഷണം തന്നെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്നാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് മിടുക്കന്മാരും മിടുക്കികളുമാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ കളിയാക്കുമായിരിക്കും, ഇതിനകത്തൊന്നും ഒരു കോംപ്ലിക്കേഷനും വന്നില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് കമ്പാരിറ്റീവ്ലി ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് തോന്നിയെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കേണ്ടത്, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഏത് പാർട്ട്ണറാണ് ഇൻസോൾവെൻറ്റ്, ഏത് പാർട്ട്ണറാണ് സോൾവെൻ്റ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ഹിൻറ്റും കിട്ടിയിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ആദ്യം വരയ്ക്കേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണല്ലോ. അതേ, റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അസറ്റ് ക്യാൻസൽ ചെയ്യണം. അസറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ആദ്യത്തെ എൻട്രി എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. ഏതൊക്കെ അസറ്റ് ക്യാൻസൽ ചെയ്യാം? ക്യാഷും ബാങ്കും ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട. ബാക്കിയുള്ള അസറ്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും ബുക്കിലോട്ട് എഴുതിക്കോണേ. റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് എഴുത്. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും മാത്രം ഡെബിറ്റ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യം മാത്രം എഴുതാവേ, ഞാൻ ടിക്ക് ചെയ്യുന്നത് മാത്രം എഴുതിയാൽ മതി. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അസറ്റ് ക്യാൻസൽ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? എല്ലാ തേർഡ് പാർട്ടി ലൈബിലിറ്റിയും, ഐ റിപ്പീറ്റ്, എല്ലാ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ക്യാൻസൽ ചെയ്യുക. ഓൺലി ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് മാത്രം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ക്യാൻസൽ ചെയ്യും. എൻട്രി എന്താ? ലൈബിലിറ്റീസ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് വരേണ്ടത്. അതിൻ്റെ പോസ്റ്റിംഗ് ആണ് നടത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? റിയലൈസേഷൻ അക്കൗണ്ടിൽ അസറ്റ് ക്യാൻസൽ ചെയ്തു, ലൈബിലിറ്റി ക്യാൻസൽ ചെയ്തു. ഈസി, ഒരു പ്രശ്നവും വന്നിട്ടില്ല. നെക്സ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്യണം അല്ലേ? അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ എത്ര രൂപ കിട്ടി? 26,000. അപ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. അതാണ് ഈ പോസ്റ്റിംഗ്. ടിക്ക് ചെയ്യുന്നത് മാത്രം എഴുതുക. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടി, ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് ലൈബിലിറ്റി കൊടുത്തു തീർക്കണം. ഔട്ട്സൈഡ് ലൈബിലിറ്റി കൊടുത്തു തീർക്കണം. ഔട്ട്സൈഡ് ലൈബിലിറ്റി എത്ര ഉണ്ട്? ക്രെഡിറ്റേഴ്സ് 20,000, ബിൽസ് പേബിൾ 10,000, 30,000. 30,000 രൂപ കൊടുത്തതിനെ പറ്റി എന്താ പറയുന്നത്? 30,000 രൂപ കൊടുക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടുത്തില്ല എന്നാണോ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൊടുത്തില്ലെന്നല്ല, അതേ എമൗണ്ട് തന്നെ കൊടുത്തു എന്നാണ്. ഇതാ കിടക്കുന്നു. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ലൈബിലിറ്റീസ് ഒന്നും കൊടുത്തു തീർത്തില്ല എന്ന് വിചാരിക്കല്ലേ, സെയിം എമൗണ്ട് തന്നെ കൊടുത്തു തീർത്തു. ഇനി ഒരു ലൈബിലിറ്റിയും കൂടെ ഉണ്ടല്ലോ, ലൈബിലിറ്റി അല്ല, ഒരു എക്സ്പെൻസും കൂടെ ഉണ്ടല്ലോ. ഉണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇത്രയും പോസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അസറ്റ് ക്യാൻസൽ ചെയ്തു, ലൈബിലിറ്റി ക്യാൻസൽ ചെയ്തു, അസറ്റ് റിയലൈസ് ചെയ്തു, ലൈബിലിറ്റി പേ ഓഫ് ചെയ്തു, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു തീർത്തു. സിമ്പിൾ. കൂട്ടി നോക്കി നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ റിയലൈസേഷൻ ലോസ് ആണ്. 15,000 രൂപ റിയലൈസേഷൻ ലോസ്. ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും? 2:3:3:2 ഡിവൈഡ് ചെയ്യും. 3,000, 4,500, 4,500, 3,000 പാർട്ട്നേഴ്സിന് റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് പോകുന്നുണ്ട് പ്രോബ്ലം. ഓക്കെ, കാര്യങ്ങളെല്ലാം ഇതുവരെ ഓക്കെ ആണേ. ശരി, അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആൻസർ ഞാൻ അതുപോലെ എടുത്ത് വെക്കത്തില്ല. ഞാൻ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോ സ്റ്റേജസ് ആയിട്ട് കാണിച്ച് തരാം. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്ന അത്രയും മാത്രം എഴുതി പോയാൽ മതി. ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് ഹെഡിങ് കൊടുക്കുക, വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് PQRS എന്ന ഫോർമാറ്റൊക്കെ വരയ്ക്കുക. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ റെഡി ആയിരിക്കുക. സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് ഈ ഫോർമാറ്റ് വരച്ചിട്ടേക്കുക. ഓക്കെ, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വരയ്ക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി. എൻ്റെ ഈ ക്ലാസ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ശരിക്കും ലൈവായിട്ട് വരയ്ക്കണം. എൻ്റെ കൂടെ ചെയ്ത് വരിക, അല്ലാതെ വെറുതെ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് ഇതങ്ങ് കളയരുത്. വരയ്ക്കാനുള്ള സമയമൊന്നും ഞാൻ തരത്തില്ല, കാര്യം നിങ്ങൾ പോസ് ചെയ്താൽ മതിയല്ലോ. ഞാനിപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് എൻ്റെ ഈ ഓഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ് ഒന്ന് പോസ് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, ശരി, വരച്ച് കഴിഞ്ഞു. നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് ആണ്. ദാറ്റ് ഈസ് ബാലൻസ് ബ്രോ ഡൗൺ. എല്ലാവർക്കും ലൈബിലിറ്റി സൈഡ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. ആദ്യം നിങ്ങൾ ഈ ബാലൻസ് ബ്രോ ഡൗൺ പോസ്റ്റ് ചെയ്തേ. PQRS ഈ പറയുന്ന 4 പേരുടെയും ബാലൻസ് അങ്ങോട്ട് പോസ്റ്റ് വൃത്തിക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തോ. PQRS എന്ന് പോസ്റ്റ് ചെയ്തല്ലോ, ബാലൻസ് പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. രണ്ടാമതായിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് ലോസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിനകത്ത് കിടപ്പുണ്ട് ലോസ് ആണെന്ന്. ലോസ് എന്ന് പറയുമ്പോൾ പാർട്ട്ണറെ സംബന്ധിച്ച് അത് നഷ്ടമാണ്, അത് അവർ സഹിക്കണം. ക്യാപിറ്റൽ കുറയണം. ലോസ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയും. ഡെബിറ്റ് ചെയ്. റേഷ്യോ എത്രയാ?
റേഷ്യോ 2:3:3:2 ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ 3000 4500 4500 3000 15000 രൂപയാണല്ലോ ലോസ്. അപ്പോൾ ലോസ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? ക്യാപിറ്റൽ ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്തു, ഇത് പോസ്റ്റ് ചെയ്തു, ഇപ്പോൾ ലോസും പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് റിയലൈസേഷൻ ലോസും പാർട്ട്ണറെ സംബന്ധിച്ച് നഷ്ടമാണ്, ക്യാപിറ്റൽ കുറയണം, ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? ക്യാപിറ്റൽ ബാലൻസ് പോസ്റ്റ് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ചെയ്തു. റിയലൈസേഷൻ ലോസ് ആണ്, അതുകൊണ്ട് അതും ഡെബിറ്റ് ചെയ്തു. ഓക്കെ പെർഫെക്റ്റ്. വെയിറ്റ്, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പതുക്കെ പോകും. ഇനി അങ്ങോട്ട് വണ്ടി എഴയണം. ഇനി ഈ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ടാണ് കോംപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ ഇത്രയും മാത്രം, ഈ പറയുന്ന പോസ്റ്റിംഗ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ടെക്സ്റ്റിലെ ആൻസർ എടുത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ടെക്സ്റ്റിൽ അവർ ഫുൾ ആൻസർ അങ്ങ് ഇട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ദിസ് ഈസ് ഫേസ് നമ്പർ 1. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 1ാം ഘട്ടം ഇതാണ്. ഇവിടെ വെച്ച് നിർത്തണം. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഫസ്റ്റ് ഫേസ്. എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? ക്യാപിറ്റൽ ബാലൻസുകളും പോസ്റ്റ് ചെയ്തു, ലോസ് പോസ്റ്റ് ചെയ്തു, റിയലൈസേഷൻ ലോസ് പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഓരോ പാർട്ട്ണറുടെയും സിറ്റുവേഷൻ മനസ്സിലാക്കണം. അറ്റ് പ്രസൻറ്റ് ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റലിൻ്റെ അവസ്ഥ, ക്യാപിറ്റലിൻ്റെ ബാലൻസ് മനസ്സിലാക്കണം. ശരി, നമുക്ക് ആദ്യം പി നോക്കാം. നമുക്ക് ഓരോ നോക്കാം. പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ ക്രെഡിറ്റിൽ 10000 ഉണ്ട്. അപ്പോൾ അയാൾക്ക് 10000 രൂപ ക്യാപിറ്റൽ ഉണ്ട്, ക്രെഡിറ്റിൽ 10000 രൂപയുണ്ട്. ഓക്കെ, 3000 രൂപ ലോസും സഹിക്കാം, 3000 രൂപ റിയലൈസേഷൻ ലോസും സഹിക്കാം. 10000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് അല്ലേ, 10000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. 3000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസ് ആയിട്ടും ഞാൻ സഹിക്കാം, 3000 രൂപ റിയലൈസേഷൻ ലോസും സഹിക്കാം. അങ്ങനാണെങ്കിലും 6000 രൂപയുടെ പ്രശ്നമേ വരുന്നുള്ളൂ. കണ്ടോ, 10000 രൂപ ഓൾറെഡി ഉണ്ടല്ലോ. 10000ൽ ഒരു 6000 രൂപ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ നോക്കിയാലും പിയെ സംബന്ധിച്ച് 4000 രൂപ ഇപ്പോഴും ക്രെഡിറ്റ് തന്നെയാണ്. പിക്ക് ബിസിനസ്സിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പി എന്ന പാർട്ട്ണറെ സംബന്ധിച്ച് ബിസിനസ്സിൽ അയാൾക്ക് പൈസ കിടപ്പുണ്ട്. സോ ഈ ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് പിയുടെ ഇൻസോൾവൻസി ഇവിടെ പരിഗണിക്കേണ്ട. ഹി ഈസ് സോൾവെൻറ്റ്. മിസ്റ്റർ പി നമുക്ക് സോൾവെൻ്റ് ആണ്. കാരണം അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ട. കാരണം എന്താണ്? പിക്ക് ബിസിനസ്സിൽ സഫീഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടോ. പിന്നെ അയാൾ സ്വകാര്യ വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ പി എന്ന വ്യക്തി സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലി ഇൻസോൾവൻ്റ് ആയി എന്നത് നമുക്കെന്ത് പ്രശ്നം? മിസ്റ്റർ പിയുടെ ഇൻസോൾവൻസി നമ്മളെ ബാധിക്കില്ല. ഇത് നമുക്കൊരു പ്രശ്നമേ അല്ല. കാരണം എന്താ? മിസ്റ്റർ പിക്ക് ബിസിനസ്സിൽ സഫീഷ്യൻ്റ് ആയിട്ട് ക്യാപിറ്റൽ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയി പറഞ്ഞത്. 10000 രൂപ ക്രെഡിറ്റ്, 6000 രൂപയല്ലേ ഡെബിറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ 4000 രൂപ ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. സോ മിസ്റ്റർ പി ഈസ് നോട്ട് ആൻ ഇൻസോൾവെൻറ്റ്. മിസ്റ്റർ പിയെ ഇൻസോൾവെൻ്റ് ആയിട്ട് ഇവിടെ പരിഗണിക്കേണ്ട. ഈ സമയത്ത് പി ഇൻസോൾവെൻ്റ് അല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ പി ഇൻസോൾവെൻ്റ് അല്ല. ഇവിടെ ഇപ്പോൾ ഇൻസോൾവെൻ്റ് അല്ല. ഇനി ക്യൂ. ഓക്കെ, ക്യൂവിന് എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്? ക്യൂവിൻ്റെ ബാലൻസ് 4000 രൂപയാണ് ക്യാപിറ്റൽ ബാലൻസ് ഉള്ളത്. കണ്ടല്ലോ, 4000 രൂപ. 4500 രൂപ ലോസ് സഹിക്കണം, 4500 രൂപ റിയലൈസേഷൻ ലോസ് സഹിക്കണം. അങ്ങനെ മൊത്തം 9000 രൂപ. ആകെ 4000 രൂപ കയ്യിലുണ്ട്. 9000 രൂപ സഹിക്കണമെന്ന് പറഞ്ഞാൽ 5000 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരും. അയാൾ ബിസിനസ്സിലോട്ട് പൈസ കൊണ്ടുവരണം. മിസ്റ്റർ ക്യൂവിൻ്റെ സിറ്റുവേഷൻ മനസ്സിലായോ? 4000 രൂപ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. പക്ഷേ 9000 രൂപ പുള്ളിക്കാരൻ സഹിക്കണം. 9000 രൂപ പുള്ളിക്കാരൻ സഹിക്കണം. അപ്പോൾ 5000 രൂപയും കൂടെ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. 5000 രൂപയും കൂടെ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ ആണല്ലോ? പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഇൻഫർമേഷൻ ഇല്ലേ? അതാണ്, ക്യൂ ഒരു 5000 രൂപ ലോൺ ഈ ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്നയാൾ ഒരു 5000 രൂപ ലോൺ ഈ ബിസിനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന 5000 രൂപ കൊണ്ടുവരണം എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. കാര്യം ക്യൂവിൻ്റെ പേരിൽ ഒരു 5000 രൂപ ബിസിനസ്സിൽ കിടപ്പുണ്ട്. ഇതല്ലാതെ മനസ്സിലാവുന്നില്ലേ? അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ക്യൂ പേഴ്സണലി നോക്കാതെ തന്നെ നമുക്കിവിടെ പറയാം ഇൻസോൾവെൻ്റ് അല്ല. അയാൾക്ക് പേഴ്സണൽ പ്രോപ്പർട്ടിയൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ നോക്കിയാലും ഇൻസോൾവെൻ്റ് അല്ല. ക്യൂ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ക്യൂവിൻ്റെ അവസ്ഥ വളരെ വളരെ സേഫാണ്. പേഴ്സണലിയും പൈസയുണ്ട്. പക്ഷേ ഇതല്ലല്ലോ, പേഴ്സണലി നോക്കണ്ട. ബിസിനസ്സിന് പുറത്തേക്ക് ചിന്തിക്കാറായിട്ടില്ലല്ലോ. നോക്ക്, ക്യൂവിൻ്റെ ബിസിനസ്സിൽ 4000 രൂപ ബാലൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ട് ഞെട്ടയൊന്നും വേണ്ട. ഇതൊന്നും എടുക്കാറൊന്നും ആയിട്ടില്ല. ക്വസ്റ്റ്യനിൽ അങ്ങനെ പലതും കാണിക്കും. ഓക്കെ, ജസ്റ്റ് നോക്ക്. ക്യൂവിൻ്റെ കേസ് കൂടെ പറഞ്ഞുതരാം.
ക്യൂവിന് 4000 രൂപ ബാലൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അയാൾ 4-5 വെച്ചിട്ട് 9000 രൂപ സഹിക്കണമല്ലോ, സഹിക്കണം. അപ്പോൾ അയാൾ എത്ര രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം? 5000 രൂപ കൊണ്ടുവരണം. എന്തിനാണ് കൊണ്ടുവരുന്നത്? അയാളുടെ ലോൺ ബിസിനസ്സിൽ കിടക്കുകയല്ലേ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ ക്യൂ പേഴ്സണലി നോക്കാതെ തന്നെ സോൾവൻ്റ് ആണ്. ക്യൂ ഇൻസോൾവൻ്റ് അല്ല. അപ്പോൾ പി എം ഇൻസോൾവൻ്റ് അല്ല, നമുക്ക് ക്യൂ ഇൻസോൾവൻ്റ് അല്ല. ചേട്ടാ അപ്പോൾ ഇൻസോൾവൻസി ഇല്ലേ? ഇനി ആറിൻ്റെ കേസ് നോക്കാം. ആറിൻ്റെ കേസ് നോക്കാം. 4000 രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ ബാലൻസ്. ശരി, 4000 രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ ബാലൻസ്. ആയിക്കോട്ടെ. 9000 രൂപ സഹിക്കണം. 4500 കണ്ടോ, 9000 രൂപ സഹിക്കണം. അപ്പോൾ ഒരു 5000 രൂപ കൊണ്ടുവരണം. 5000 രൂപ ഡെബിറ്റ് ബാലൻസായി. മിസ്റ്റർ ആറ് പേഴ്സണലി വീട്ടിൽ നിന്ന് 5000 രൂപ കൊണ്ടുവരണം. ബിസിനസ്സിനകത്ത് വേറെ അവകാശങ്ങളൊന്നും ഇല്ലല്ലോ, ഇല്ല, ഒന്നും തന്നെ ഇല്ല. മിസ്റ്റർ ആറ് വീട്ടിൽ നിന്നും പേഴ്സണലി 5000 രൂപ കൊണ്ടുവരണം. സിറ്റുവേഷൻ ഓക്കെയാണേ. ഇവിടെ നിങ്ങൾ പോയി ആറിൻ്റെ പേഴ്സണൽ അവസ്ഥ നോക്കണം. ഇവിടെ നോക്കിയാൽ മതി. മിസ്റ്റർ ആറിന് ബിസിനസ്സിലേക്ക് നോക്കൂ, ക്ലിയർ ആണല്ലോ. 4000 രൂപ ക്യാപിറ്റൽ ബാലൻസ്, 9000 രൂപ സഹിക്കണം. അപ്പോൾ 5000 രൂപ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെ അവസ്ഥയെ നോക്കാം. മിസ്റ്റർ ആറിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ 6000 രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ 5000 രൂപയും കടമാണ്. അപ്പോൾ 1000 രൂപ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതാണ് ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ. മിസ്റ്റർ ആറിന് 1000 രൂപ മാത്രമേ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. അതോടെ അയാൾ പാപ്പരാവും. അപ്പോൾ 1000 രൂപ ബിസിനസ്സിലോട്ട് മിസ്റ്റർ ആറ് കൊണ്ടുവരും. ഓക്കെ ആണല്ലോ, 1000 രൂപ കൊണ്ടുവരും. എത്ര രൂപ കൊണ്ടുവരാൻ പറ്റില്ല? 4000 രൂപ. ഇനി എന്ത് സംഭവിച്ചാലും മിസ്റ്റർ ആറ് കൊണ്ടുവരില്ല. ഹീ ഈസ് ഇൻസോൾവെൻറ്റ്. മിസ്റ്റർ ആർ ഈസ് പെർഫെക്റ്റ്ലി ഇൻസോൾവെൻറ്റ്. പ്രഖ്യാപനം വന്നു. മിസ്റ്റർ ആർ അപ്പോൾ ഇൻസോൾവെൻ്റ് ആണ്. എത്ര രൂപയ്ക്ക് ഇൻസോൾവെൻറ്റ്? 4000 രൂപ അയാൾക്ക് ഇനി ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. സോ നമ്മുടെ ഇൻസോൾവൻസി ഡിക്ലറേഷൻ വരുന്നു. മിസ്റ്റർ ആർ ഈസ് ഇൻസോൾവെൻറ്റ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ആദ്യത്തെ ഇൻസോൾവെൻറ്റ് ആറാണ്. മിസ്റ്റർ ആർ ഈസ് ഇൻസോൾവെൻറ്റ്, പെർഫെക്റ്റ്ലി ഇൻസോൾവെൻ്റ് ആയി. കാരണം ഓക്കെ ആണല്ലോ, 1000 രൂപയല്ലേ കൊണ്ടുവരാൻ പറ്റൂ. 4000 രൂപ ഇനി അയാൾ എന്ത് സംഭവിച്ചാലും കൊണ്ടുവരില്ല. സോ മിസ്റ്റർ ആർ ഈസ് ഇൻസോൾവെൻറ്റ്. ഞാൻ പ്രഖ്യാപിക്കുവാണ്, ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാം. ആർ ഈസ് ഇൻസോൾവെൻറ്റ്. എത്ര രൂപയ്ക്ക് ഇൻസോൾവെൻറ്റ്? 4000 രൂപയ്ക്ക് ഇൻസോൾവെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ മിസ്റ്റർ ആറ് 4000 രൂപ കൊണ്ടുവരണം, പക്ഷേ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെയാണ്. അപ്പം ആദ്യത്തെ ഇൻസോൾവെൻറ്റ് വന്നു. ഞാൻ ഇവിടെ എഴുതിയിടുവാണ്, ആർ 4000 രൂപ. ഓക്കെ. ഇനി എസ് നോക്കാം. എസ്സിന് 3000 രൂപയാണ് ക്യാപിറ്റൽ ബാലൻസ്. കാണുന്നുണ്ടല്ലോ, 3000 രൂപയാണ് ക്യാപിറ്റൽ ബാലൻസ്. അയാൾ എത്ര സഹിക്കണം? 6 രൂപ സഹിക്കണം. അപ്പോൾ 3000 രൂപയാണ് ഇവിടെ ആകെ ബാലൻസ് ഉള്ളത്. 3000 രൂപയാണ് വെറും ബാലൻസ് ആയിട്ടുള്ളത്. പക്ഷേ അയാൾ 6000 രൂപ സഹിക്കണം അല്ലേ? അപ്പോൾ അയാളെ സംബന്ധിച്ച് എസ് അല്ലേ, എസ്സിനെ സംബന്ധിച്ച് 3000 രൂപ ഡെബിറ്റ് ബാലൻസ്. 3000 രൂപ അയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. മിസ്റ്റർ എസ് 3000 രൂപ വീട്ടിൽ നിന്നും കൊണ്ടുവരണം. വീട്ടിലവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. മിസ്റ്റർ എസ്സിൻ്റെ വീട്ടിലവസ്ഥ. മിസ്റ്റർ എസ്സിൻ്റെ വീട്ടിലവസ്ഥയൊക്കെ ഭയങ്കര തമാശയാണ്. അയാൾക്ക് ആകെ 10000 രൂപയുടെ പ്രോപ്പർട്ടിയേ ഉള്ളൂ. അതിലാണെങ്കിൽ 12000 രൂപ കടം. 1 രൂപ പോലും മിസ്റ്റർ എസ്സിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. മിസ്റ്റർ എസ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ 3000 രൂപയും കൊണ്ടുവരാൻ പറ്റില്ല. ഡിക്ലറേഷൻ വരുന്നു, മിസ്റ്റർ എസ് ഈസ് ഓൾസോ ഇൻസോൾവെൻറ്റ്. എസ്സും ഇൻസോൾവെൻ്റ് ആണ്. എത്ര രൂപയ്ക്ക്? 3000 രൂപയ്ക്ക് ഇൻസോൾവെൻ്റ് ആണ്. അപ്പം മിസ്റ്റർ എസ് 3000 രൂപയ്ക്ക് ഇൻസോൾവെൻ്റ് ആണ്. ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ടേക്കട്ടെ, മിസ്റ്റർ എസ് 3000 രൂപയ്ക്ക് ഇൻസോൾവെൻ്റ് ആണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കേസ്, മിസ്റ്റർ പി ഇൻസോൾവെൻ്റ് അല്ല, ക്യൂ ഇൻസോൾവെൻ്റ് അല്ല, ആറും എസ്സും ഇൻസോൾവെൻ്റ് ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്ന ആൾ എത്ര രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം? 4000 രൂപ കൊണ്ടുവരാനുണ്ട്, അത് കൊണ്ടുവരില്ല. 4000 രൂപയാണ് മിസ്റ്റർ ആറിന് കൊണ്ടുവരാൻ പറ്റാത്തത്. എസ്സിന് എത്ര രൂപ കൊണ്ടുവരാൻ പറ്റില്ല? 3000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻസോൾവെൻസി സംഭവിച്ചു എന്ന് ഉറപ്പായി. ഇൻസോൾവെൻസിയാണ് ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇൻസോൾവെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഇൻസോൾവെൻ്റ് പാർട്ട്നേഴ്സിന് കൊണ്ടുവരാൻ പറ്റാത്ത ഈ ഷെയർ ആര് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആര് സഹിക്കണം? ഇൻസോൾവെൻ്റ് പാർട്ട്നേഴ്സിന് കൊണ്ടുവരാൻ പറ്റാത്ത ഈ ഷെയർ ആരുടെ തലയിലാവും? സോൾവെൻ്റ് പാർട്ട്നേഴ്സിൻ്റെ തലയിലാവും. സോൾവെൻ്റ് പാർട്ട്നേഴ്സിൻ്റെ തലയിലാകും അല്ലേ? ഇൻസോൾവെൻ്റ് പാർട്ട്നേഴ്സിന് കൊണ്ടുവരാൻ പറ്റാത്ത ഷെയർ സോൾവെൻ്റ് പാർട്ട്നേഴ്സിൻ്റെ തലയിലാവും. ഓക്കെ, അതാരാ സോൾവെൻ്റ് പാർട്ട്നേഴ്സ്? പിയും ക്യൂവും. സോൾവെൻ്റ് പാർട്ട്നേഴ്സ് പിയും ക്യൂ അല്ലേ? ശരി, പിയും ക്യൂ ആണ് നമ്മുടെ സോൾവെൻ്റ് പാർട്ട്നേഴ്സ്. ഓക്കെ. അപ്പോൾ ഇൻ കേസ് ഓഫ് ഇൻസോൾവെൻസി, ദ ഷെയർ ഓഫ് ദ ഇൻസോൾവെൻ്റ് പാർട്ട്ണർ മേ ഷെയർഡ് ബൈ ദ സോൾവെൻ്റ് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നയാളുടെ 4000 രൂപയും എസ് എന്ന് പറയുന്നയാളുടെ 3000 രൂപയും പിയും ക്യൂവും കൂടെയാണ് ഷെയർ ചെയ്ത് സഹിക്കേണ്ടത്.
ഒരിക്കൽ കൂടെ ആ സെൻറ്റൻസ് പറയാം. ആർ എന്ന് പറയുന്നയാളുടെ 4000 രൂപയും എസ് എന്ന് പറയുന്നയാളുടെ 3000 രൂപയും പിയും ക്യൂവും കൂടെയാണ് ഷെയർ ചെയ്ത് സഹിക്കേണ്ടത്. ആറിൻ്റെ 4000 ഷെയർ ചെയ്യണം, എസിൻ്റെ 3000ഉം ഈ പിയും ക്യൂവും കൂടെ ഷെയർ ചെയ്ത് സഹിക്കണം. ഏത് റേഷ്യോയിൽ? പണി വന്ന് ഏത് റേഷ്യോയിൽ? ഇൻസോൾവൻസിയുടെ കേസിൽ ഇൻസോൾവൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ, അതായത് കൊണ്ടുവരാൻ പറ്റാത്ത ഷെയർ പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നുള്ളതിന് ഒരു വലിയ തീരുമാനങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അവർക്ക് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ആറിൻ്റെയും എസിൻ്റെയും ഡെഫിഷ്യൻസി പിയും ക്യൂവും കൂടെ വീതിച്ചെടുക്കേണ്ടത്. വീതിച്ചെടുക്കേണ്ടതെന്നല്ല, അവർ സഹിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻസോൾവൻ്റ് ആണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇൻസോൾവൻ്റ് പാർട്ട്നേഴ്സിൻ്റെ ഡെഫിഷ്യൻസി ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഈ കേസിൽ 2 പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് ആണ്, ആറും എസും ഇൻസോൾവൻ്റ് ആണ്. ആർ എന്ന് പറയുന്നയാൾ 4000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല, എസിന് 3000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല. ഈ എമൗണ്ട് ആര് ഷെയർ ചെയ്യും? പിയും ക്യൂവും കൂടെ ഷെയർ ചെയ്യും. എങ്ങനെ ഷെയർ ചെയ്യും? ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് ഷെയർ ചെയ്യും. ഇത്രയും മനസ്സിലായോ? ശരി, ആസ് പെർ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ ഒരു കാര്യം പറയാനുണ്ട്. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോൾവൻ്റ് പാർട്ട്നേഴ്സ് എങ്ങനെ പേഴ്സണലി സോൾവൻ്റ് പാർട്ട്നേഴ്സ്, ബുക്കിലോട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസ് പെർ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ നമ്മൾ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സോൾവൻ്റ് പാർട്ട്ണർ, എങ്ങനത്തെ സോൾവൻസി? പേഴ്സണലി സോൾവൻ്റ് പാർട്ട്ണർ. പേഴ്സണലി, ഐ റിപ്പീറ്റ് പേഴ്സണലി സോൾവൻ്റ് പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇത് റൂളാണ്. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അനുസരിച്ച് പേഴ്സണലി അല്ലെങ്കിൽ പ്രൈവറ്റ്ലി സോൾവൻ്റ് പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് എത്രയാണോ ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നൊരു റൂളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ 3000, 4500, 4500, 3000 ആണ് റിയലൈസേഷൻ ലോസ്. ഇത് ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ നിജപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലോസ് സോൾവൻ്റ് പാർട്ട്നേഴ്സ് മാത്രം ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് വീട്ടിൽ പൈസ ഉള്ളവർ, വീട്ടിൽ പണം കിടക്കുന്നവർ, പ്രൈവറ്റ്ലി പൈസ ഉള്ളവർ ഈ എമൗണ്ട്, റിയലൈസേഷൻ ലോസിൻ്റെ എമൗണ്ട് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. മിസ്റ്റർ പി 3000 രൂപ കൊണ്ടുവരണം. വെയിറ്റ് എ മിനിറ്റ്, മിസ്റ്റർ പി 3000 രൂപ കൊണ്ടുവരണം. എവിടെ നിന്ന് കൊണ്ടുവരാൻ? ബിക്കോസ് ഹീ ഈസ് പ്രൈവറ്റ്ലി ഇൻസോൾവൻറ്റ്. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ പറയുന്നത് റിയലൈസേഷൻ ലോസ് എത്രയാണോ അത്രയും തുക വീട്ടിൽ നിന്നും, പ്രൈവറ്റ്ലി പ്രോപ്പർട്ടിയിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ പിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ റിയലൈസേഷൻ ലോസിൻ്റെ എമൗണ്ട് പിക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ക്യൂവിന് കൊണ്ടുവരാൻ പറ്റുമോ? ക്യൂവിന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ക്യൂവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഇരിപ്പുണ്ട്. അപ്പോൾ ക്യൂവിന് കൊണ്ടുവരാം. പ്രൈവറ്റ്ലി 4500 രൂപ എടുക്കാനുണ്ട്. 4500 രൂപ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ മിസ്റ്റർ ക്യൂവിന് കൊണ്ടുവരാൻ പറ്റും. മിസ്റ്റർ ക്യൂവിന് ഈ റിയലൈസേഷൻ ലോസ് ക്യാഷായിട്ട് തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മിസ്റ്റർ ആറിന് കൊണ്ടുവരാൻ പറ്റുമോ? ആറിന് 1000 രൂപ കൊണ്ടുവരാൻ പറ്റും. 1000 രൂപ കൊണ്ടുവന്നേ പറ്റും. 1000 രൂപ കൊണ്ടു കൊടുത്തേ പറ്റൂ. ഓക്കെ, മിസ്റ്റർ ആറിന് 1000 രൂപ ക്യാഷായിട്ട് കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഇതേ ഉള്ളൂ, ഇന്നാ വെച്ചോ എന്ന് പറഞ്ഞ് 1000 രൂപ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആറിന് ഫുള്ള് പറ്റത്തില്ല, 1000 രൂപ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എസിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. എസിൻ്റെ ഇളങ്ങും ഒന്നുമില്ല, എസിനും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അനുസരിച്ച് റിയലൈസേഷൻ ലോസിൻ്റെ എമൗണ്ട് ക്യൂവിന് മുഴുവനായിട്ടും കൊണ്ടുവരാം, ആറിന് 1000 രൂപ കൊണ്ടുവരാം. ഓക്കെ, അതവർ കൊണ്ടുവരണം. വരാമെന്ന് പറഞ്ഞാൽ പോരാ, അതവർ കൊണ്ടുവരണം. അതവർ ക്യാഷായിട്ട് കൊണ്ടുവരണം. അതവർ ക്യാഷായിട്ട് കൊണ്ടുവന്നു. ഇതാണ് അടുത്ത ഘട്ടം. ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 2ാം ഘട്ടം. റിയലൈസേഷൻ ലോസിൻ്റെ എമൗണ്ട് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം.
പേഴ്സണലി സോൾവൻ്റ് ആയ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പി കൊണ്ടുവരണ്ട, ക്യൂ കൊണ്ടുവന്നു, ഫുൾ എമൗണ്ടും കൊണ്ടുവരാൻ പറ്റും. ആകെപ്പാടെ കുലുക്കിയിട്ടാൽ കിട്ടുന്നത് 1000 രൂപയാണ്, അത് അയാൾ കൊണ്ടുവന്നു. എസിനും കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് ആ പോസ്റ്റിങ്. ഇത്രയും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അവരാൽ കഴിയുന്നതൊക്കെ കൊണ്ടുവന്നു പിള്ളേരെ, അവരാൽ കഴിയുന്നതൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഞാനൊന്ന് ചോദിക്കുന്നത്, ഇനി പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസാക്ഷൻ വലിയ ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ഇനി നോക്കേണ്ടുന്നത് മിസ്റ്റർ ആർ ഇൻസോൾവൻ്റ് ആണല്ലയോ. മിസ്റ്റർ ആർ എന്ന് പറയുന്ന ആൾ ഇൻസോൾവൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ആറിൻ്റെ ഇൻസോൾവൻസി എത്രയാണെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4000 രൂപയാണ് ആറിൻ്റെ ഇൻസോൾവൻസി. 4000 രൂപയാണ് ആറിൻ്റെ ഇൻസോൾവൻസി. നമുക്ക് അത് ആദ്യം ഡീൽ ചെയ്യാം. ആ 4000 എങ്ങനെ വന്നു എന്ന് ഞാൻ പറയട്ടെ. 4000 രൂപ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, 1000 രൂപ അയാൾക്ക് കൊണ്ടുവരാം. അപ്പോൾ 5000 രൂപ ഓക്കെ, കയ്യിൽ 5000 ഉണ്ട്. പക്ഷേ ഇവിടെ 9000 രൂപ നഷ്ടത്തിൽ കിടക്കുവാണ്. അപ്പം 4000 രൂപ മിസ്റ്റർ ആറ് 4000 രൂപ കൊണ്ടുവരില്ല. ഓക്കെയാണേ. ഈ 4000 രൂപ ആര് സഹിക്കണം? ഈ 4000 രൂപ പിയും ക്യൂവും കൂടെ സഹിക്കണം അല്ലേ? ഈ 4000 രൂപ ആര് സഹിക്കണം? പിയും ക്യൂവും കൂടെ സഹിക്കണം. അവിടെയാണ് അടുത്ത ഇൻഫർമേഷൻ. ഇൻസോൾവൻ്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യണമെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റലിന് ആ സമയത്ത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. അയാളെ വീട്ടിലെ പൈസയൊന്നും നോക്കണ്ട. ഇൻസോൾവൻ്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യണമെങ്കിൽ, അതിലേക്ക് കൈവെക്കണമെങ്കിൽ ആ സമയത്ത് ആ പറയുന്ന പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് മാത്രമേ ഇൻസോൾവൻസി ഷെയർ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്ന ഒന്നുകൂടെ മനസ്സിലാക്കുക. മിസ്റ്റർ ആറിന് 4000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ 4000 രൂപ ആര് സഹിക്കണം? നമ്മുടെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള അറിവ് വെച്ച് പിയും ക്യൂവും കൂടെ സഹിക്കണം, പി ക്യൂ. പക്ഷേ അവരുടെ ബിസിനസ്സിനകത്തുള്ള ക്യാപിറ്റലിൽ നിന്നേ സഹിക്കത്തുള്ളൂ. ബിസിനസ്സിനകത്ത് ഇപ്പോൾ എന്ത് ക്യാപിറ്റൽ ബാലൻസ് കിടപ്പുണ്ടോ അതിൽ നിന്ന് മാത്രമേ സാക്രിഫൈസ് ചെയ്യൂ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്ണർക്ക് മാത്രമേ ഇത് സഹിക്കാൻ പറ്റൂ. ഇത് റൂളാണ്. ഇൻസോൾവൻ്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി സഹിക്കുക എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആ സമയത്ത് ഈ പറയുന്ന ഇൻസോൾവൻസിയുടെ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആർക്കൊക്കെയാണോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അവർക്ക് മാത്രമേ ഇത് സഹിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഇത് ഏറ്റെടുക്കത്തുള്ളൂ. അതൊരു റൂളാണ്. അങ്ങനെ നോക്കിയാൽ പിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് 10,000 ഡെബിറ്റിൽ 6000 ഉള്ളപ്പം 4000 രൂപ പിയെ സംബന്ധിച്ച് 4000 രൂപ ക്രെഡിറ്റ് ആണ്. ഓക്കെയാണ്, ശരി. ക്യൂവിനെ സംബന്ധിച്ചാണ് പ്രശ്നം. ക്യൂവിൻ്റെ അവസ്ഥ നോക്ക്. ക്യൂവിനിപ്പോൾ 8500 രൂപ ക്രെഡിറ്റ് ഉണ്ട്. പക്ഷേ 9000 രൂപ ഡെബിറ്റാണ്. 9000 രൂപ ഡെബിറ്റാണെന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ക്യൂവിന് ബിസിനസ്സിൽ 500 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ്. മനസ്സിലാവുന്നില്ലേ? ക്യൂവിനിപ്പോൾ നോക്ക് 8500 ക്രെഡിറ്റ്, പക്ഷേ 9000 അല്ലേ ഡെബിറ്റ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് 500. അപ്പോൾ ഈ പറയുന്ന ഇൻസോൾവൻസി, അതായത് ഈ ആറിൻ്റെ 4000-ഉം എസിൻ്റെ 3000-ഉം അറ്റ് പ്രസൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പിയുടെ തലയിൽ മാത്രം വരും. ക്യൂ സഹിക്കില്ല. കാര്യം ക്യൂവിന് ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ളയാൾ ഇൻസോൾവൻസി ബെയർ ചെയ്യണ്ട. അപ്പോൾ ഈ പറയുന്ന ആറിൻ്റെയും എസിൻ്റെയും ഡെഫിഷ്യൻസി പിയുടെ മാത്രം തലമണ്ടയ്ക്ക് വെച്ച് കൊടുക്കും. മനസ്സിലായോ? പിയുടെ മാത്രം തലയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ കണ്ടോ? ആറിൻ്റെ എസിൻ്റെയും ഡെഫിഷ്യൻസി പിയുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്താൽ കൊടുത്ത്, പീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 4000 3000. അതുപോലെ തന്നെ ആറിനും എസിനും വേണ്ടി ഞാൻ ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞ് പിയുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയുകയും ചെയ്യും. അറ്റ് എ ടൈം 2 പോസ്റ്റിംഗ്. മനസ്സിലായോ? ആറെന്ന് പറയുന്ന പാർട്ട്ണർ 4000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല. എസ് എന്ന് പറയുന്ന പാർട്ട്ണർ 3000 രൂപ കൊണ്ടുവരാൻ പറ്റില്ല. അതാര് സഹിക്കണം? പിയും ക്യൂ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ക്യൂവിന് ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. അയാളെ വീട്ടിൽ പൈസ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ബിസിനസ്സിനകത്തുള്ള ക്യാപിറ്റലിൽ നിന്നേ സഹിക്കത്തുള്ളൂ. സോ അറ്റ് പ്രസൻറ്റ് ഇതെല്ലാം പിയുടെ തലവേല വെച്ച് കൊടുക്കണം. അയ്യോ കഷ്ടം, ഇതെല്ലാം പി തന്നെ സഹിച്ചേ പറ്റൂ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ പറയുന്ന ആറിൻ്റെയും എസിൻ്റെയും ഡെഫിഷ്യൻസി പി തന്നെ സഹിക്കണം. പിയുടെ ക്യാപിറ്റലിൽ നിന്ന് ആറിനും എസിനും ഇട്ടുകൊടുത്തു. അതോടൊപ്പം തന്നെ ആറിൻ്റെ എസിൻ്റെയും ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പിയുടെ നിന്ന് കുറയ്ക്കുകയും വേണം. പി സഹിച്ചു എന്ന് പറഞ്ഞാൽ ആറിനും എസിനും കിട്ടി, അത് പിയുടെ നിന്ന് പോവുകയും വേണം. ഇതാണ് ആ എമൗണ്ടുകളുടെ അർത്ഥം. ഓക്കെ ആണല്ലോ ശരി. പക്ഷേ വീണ്ടും ട്വിസ്റ്റാണേ. ഇപ്പോൾ പി എന്ന് പറയുന്ന ആൾക്ക് 10,000 രൂപ ക്രെഡിറ്റ് ആയിരുന്നു.
മര്യാദയ്ക്ക് നിന്നൊരു ചെറുക്കനാണ്. പിക്ക് 10,000 രൂപ ക്രെഡിറ്റ് ആയിരുന്നു. 3,000 6,000 രൂപ നഷ്ടമേ ഉള്ളായിരുന്നു. അതിൻ്റെ മുകളിലാണ് ദേ ഒരു 7,000 രൂപയുടെ കൊണ്ടുവന്ന് തലയിൽ വെച്ച് കൊടുത്ത്. മനസ്സിലാവുന്നുണ്ടോ? 10,000 രൂപ ക്രെഡിറ്റ് ഉണ്ടെന്നും പറഞ്ഞാണ് ഈ പറയുന്ന 2 ബാധ്യത എടുത്ത് തലയിൽ വെച്ച് കൊടുത്തത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പിക്ക് 10,000 ക്രെഡിറ്റ് ആയിക്കോട്ടെ, പക്ഷേ ഇവിടുത്തെ ഡെബിറ്റ് എന്തുവാ? 3 3 6,000 10,000 13,000 രൂപ ഡെബിറ്റ് ദേ കിടക്കുന്നത്. പിക്ക് ഇപ്പം ബാലൻസ് ചെയ്താൽ 3,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിപ്പോയി. ഈ കളി കളിച്ചപ്പം പിക്ക് 3,000 രൂപ ഡെബിറ്റ് ബാലൻസായി. പിക്ക് 3,000 രൂപ ഡെബിറ്റ് ബാലൻസായി. അത് അയാൾ ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. മിസ്റ്റർ പി 3,000 രൂപ ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് കൊണ്ടുവരാനോ? അതിന് അയാളെ വീട്ടിൽ എന്തിരിക്കുന്നു? മിസ്റ്റർ പിയുടെയിലൊന്നുമില്ല. മിസ്റ്റർ പിയുടെയിൽ കൊണ്ടുവരാൻ ഒന്നുമില്ല. 3,000 രൂപ പി കൊണ്ടുവരണമെന്ന് പറയുന്നു. അയാളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന പി കൊണ്ടുവരണമെന്ന് പറയുന്ന 3,000 ഇനി ഒന്നും ചെയ്യാനില്ല. പിക്ക് 3,000 കൊണ്ടുവരണം. അയാളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ കൊണ്ടുവരാൻ? ഇല്ല. ഇനി ഈ 3,000 രൂപ ആര് തന്നെ സഹിക്കണം? ഫൈനലി എല്ലാം കഴിഞ്ഞ് അങ്ങേ അറ്റം എത്തിപ്പോയി. പിയെ സംബന്ധിച്ച് എല്ലാ വിലയും ഞങ്ങൾ നോക്കി. പിയുടെ തലയിലൊക്കെ വെച്ചു കൊടുത്തു. ഡെഫിഷ്യൻസിയൊക്കെ പിയുടെ തലയിൽ വെച്ചു കൊടുത്തു. അവിടെ എല്ലാം റൂള് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. ഒരു തെറ്റും വരുത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു ടൈമിൽ ഇതെല്ലാം കൂടെ പി സഹിച്ചപ്പം പിക്ക് 3,000 രൂപ ഡെബിറ്റ് ബാലൻസായി. ഈ 3,000 രൂപ ആര് കൊണ്ടുവരണം? പി കൊണ്ടുവരണം. പിയുടെയിൽ കൊണ്ടുവരാനില്ല. അതുകൊണ്ട് തന്നെ ഈ 3,000 രൂപ ഇനി ഫൈനലി ക്യൂ തന്നെ സഹിക്കണം. ഇനി ഇത് ക്യൂവിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാനേ പറ്റൂ. ഇനി ഇത് ക്യൂ തന്നെ സഹിക്കണം. അതിന് മുൻപായിട്ട് ക്യൂ സഹിക്കണം സമ്മതിച്ചു. അപ്പോൾ ക്യൂ പറയുവാണ് ദൈവം ഇനി 3,000 രൂപ ഞാൻ സഹിക്കണം. അത് ഇയാൾ സഹിക്കണം. ഒരു കാര്യം ചെയ്യും, എൻ്റെ ആ ലോണിങ് തന്നേരാം. എൻ്റെ ആ ലോൺ അങ്ങ് ക്രെഡിറ്റ് ചെയ്തേരാം. എൻ്റെ അവകാശമാണല്ലോ. അപ്പോൾ ഉടനെ തന്നെ ഇത് കേട്ട മതി കേൾക്കാത്ത മതി ക്യൂ അയാളുടെ ലോൺ അങ്ങ് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കും. എൻ്റെ വല്ല ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ 3,000 രൂപ ഞാൻ തന്നെ സഹിക്കണ്ടേ? ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു ലോൺ തന്നിട്ടില്ലേ, അതിങ്ങ് തിരിച്ചതാ. ആ ലോണും കൂടെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്യൂസ് ലോൺ അങ്ങ് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കും. ക്യൂവിൻ്റെ ലോൺ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ. എന്നിട്ട് പി എന്ന് പറയുന്ന ആളിതാ, പി എന്ന് പറയുന്ന ആളൊരു 3,000 രൂപ കൊണ്ടുവരാനുണ്ടല്ലോ. അതിനി ക്യൂ സഹിക്കും. ഇപ്പോൾ ക്യൂയുടെ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ക്യൂവിൻ്റെ ക്യാപിറ്റലുണ്ട് പിള്ളേരെ. അയ്യോ, ആ ലോൺ ക്രെഡിറ്റ് ചെയ്യിപ്പിച്ചില്ലേടോ. ആ ലോൺ ക്രെഡിറ്റ് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്ക് വീണ്ടും ക്യൂവിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയില്ലേ. അതായത് ക്യൂസ് ലോൺ ഫൈനലി, അതായത് ക്യൂസ് ലോൺ എന്ന് പറയുമ്പോൾ അവസാന കൈ പ്രയോഗമാണ്. ക്യൂവിൻ്റെ ലോൺ ക്രെഡിറ്റ് ചെയ്യിപ്പിക്കുമ്പം നോക്ക് ക്യൂവിൻ്റെ ലോൺ ക്രെഡിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവസ്ഥ എന്താ? ഇതൊന്ന് കൂട്ടി നോക്കി. 5 4 9 13,500 അല്ലേ? 5,000 4,000 9,000 9,000 13,500 13,500. ഇവിടെ പക്ഷേ 9,000 അല്ലേ ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യൂവിന് ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ നിന്ന് 3,000 രൂപ പിക്ക് കിട്ടും. പിയുടെ കാര്യം സഹിച്ചു എന്നും പറഞ്ഞാൽ അത് ക്യൂവിൻ്റെ നിന്ന് കുറയുകയും ചെയ്യും. പി എന്ന് പറയുന്ന ആൾ കൊണ്ടുവരാനുള്ള 3,000 രൂപ ഇപ്പോൾ ക്യൂ സഹിക്കും. കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവന്നങ്ങ് തന്നിരിക്കുന്നു. എന്നാ പിക്ക് 3,000 രൂപ കൊണ്ട് കൊടുത്തു. അതോടൊപ്പം ക്യൂവിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് 3,000 കുറയുകയും ചെയ്യും. പോട്ട് ഞാൻ സഹിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ക്യൂ അങ്ങ് സഹിക്കും അവസാനം. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മളിത് ബാലൻസ് ചെയ്യണം. ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിക്ക് ക്രെഡിറ്റിൽ 13,000 ഡെബിറ്റിൽ 13,000 ക്ലോസ്ഡ്. പിയുടെ അക്കൗണ്ട് ക്ലോസ്ഡ്. ക്യൂവിന് ക്രെഡിറ്റിൽ 4 4 8 8,500 5,000 13,500 ക്രെഡിറ്റ് ബാലൻസ്. അയാൾക്ക് 13,500 രൂപ ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റിൽ 9,000 12,000. അപ്പോൾ 1,500 രൂപ ഇപ്പോഴും മിസ്റ്റർ ക്യൂവിന് ബിസിനസ് കൊടുക്കാനുണ്ട്. 1,500 രൂപ ഇപ്പോഴും മിസ്റ്റർ ക്യൂവിന് ബിസിനസ്സിൽ നിന്ന് കിട്ടാനുണ്ട്. അത് ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. നെക്സ്റ്റ് 6 ഒന്നും നോക്കണ്ട. 4 1 5 4 9,000 രൂപ ക്രെഡിറ്റ്. 4 5 4 5 9,000 ക്രെഡിറ്റ്. ക്ലോസ്ഡ്. 6ൻ്റെ അക്കൗണ്ട് ക്ലോസ്ഡ്. എസ്സിന് 3,000 3,000 6,000 ക്രെഡിറ്റ്. 3,000 6,000 ഡെബിറ്റ്. ക്ലോസ്ഡ്. ഇവർക്കൊന്നും ബാലൻസ് ഇല്ല. ആകെപ്പാട് എന്തെങ്കിലും ഉള്ളത് ക്യൂവിന് മാത്രമാണ്. ഒരു 1,500 രൂപ ബിസിനസ്സിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കഥ. ഈ സെയിം സംഭവം തന്നെയാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. ഒരു തെറ്റും വരുത്തിയിട്ടില്ല. ഞാനിത് ഓരോ ഘട്ടമായിട്ട് മുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് എന്താണ്? ക്യാഷ് അക്കൗണ്ട് കൂടെ വരയ്ക്കണം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കണം. പെട്ടെന്ന് പറയാം. ആദ്യം ബാലൻസ് ബ്രോഡ് ഓൺ 1,000 രൂപ എടുത്ത് എഴുതുന്നു. റിയലൈസേഷൻ ഇതെന്താണെന്ന് അറിയാമോ? അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട്. ഓക്കെ. ഇത് മറ്റേ ലൈബിലിറ്റി കൊടുത്ത എമൗണ്ടാണ്. ഇത് മറ്റേ എക്സ്പെൻസ് കൊടുത്ത എമൗണ്ട്. ഓക്കെ ആണോ? ഈ 4,500 എന്ന് പറയുന്നത് റിയലൈസേഷൻ ലോസിൻ്റെ ഒരു പോർഷൻ മിസ്റ്റർ ക്യൂ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഇത് കാണിച്ചു തരാമല്ലോ. ഈ എമൗണ്ട്, ഈ 4,500 അതാണ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതേ കണക്ക് തന്നെയാണ് 1,000 രൂപ മിസ്റ്റർ 6 കൊണ്ടുവന്നിട്ടുണ്ട്. മിസ്റ്റർ 6 1,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അടക്കുന്ന 1,000 രൂപ. അത് രണ്ടുമാണ് കിട്ടിയെന്ന് കാണിച്ചിരിക്കുന്നത് ഡെബിറ്റിൽ. ഓക്കെ. പിന്നെ ഈ ക്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,500 രൂപ ക്യൂവിന് കൊടുത്തു വിട്ടു എന്ന് പറയുന്നുണ്ട് അവസാനം. ഓക്കെ. എഴുതി കൂട്ടുമ്പോൾ 32,500 രൂപയിൽ ക്യാഷ് അക്കൗണ്ട് ടാലി ആകുന്നു. ഇതാണ്
നല്ല രസകരമായിട്ട് കുറച്ച് ട്രിക്കിയും ഒരല്പം കോംപ്ലിക്കേഷനുള്ള പ്രോബ്ലം. ഇത് ഞാൻ കുറേ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും ഈ പറയുന്ന ടോപ്പിക്കിലെ മറ്റ് പ്രോബ്ലംസും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഉത്തരങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നമ്മൾ അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന സബ്ജക്റ്റ് അഡ്വാൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഏതെങ്കിലും സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കാണിക്കുവാണ്. 9995177575. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് സെം അക്കൗണ്ടിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാം ട്യൂഷനായിട്ട് അവൈലബിൾ ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തരും. ഓക്കെ, സോ അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.